അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ചടയമംഗലം ആയുർവേദ ആശുപത്രിയിലുള്ള യോഗാ ദിനാചരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. सर्वे सन्तु निरामया, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्. शान्ति शान्ति शान्तिः. ഈ യോഗാദിന പരിപാടിക്ക് നമസ്കാരം. സ്വാഗതം പറയുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഡോക്ടർ ശ്രീകാന്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയുർവേദ സംഘടിപ്പിച്ചിട്ടുള്ള യോഗ ദിനാചരണത്തിൽ തത്സമയം സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ രാജു അവർ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ചടയമംഗലത്തിൻ്റെ പേരിയായ ബിനീഷ്, ബഹുമാനപ്പെട്ട പ്രതീക്ഷിച്ചത് വാർഡ് മെമ്പർ, മറ്റു ജനപ്രതിനിധികളായ വാർഡ് മെമ്പർമാരെ, ജനപ്രതിനിധികളായ മറ്റു വാർഡ് മെമ്പർമാരെ, നമ്മൾ സഹപ്രവർത്തകരെ, മറ്റ് ജനപ്രതിനിധികളെ, നമ്മളുടെ പ്രിയങ്കരായ നാട്ടുകാരെ, നമ്മളുടെ 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. 2014 ആരംഭിച്ച് നമ്മൾ ആദ്യത്തെ യോഗം 2014 ആരംഭിച്ചത്. അത് ജൂൺ 21 അത് തുടങ്ങി വെച്ചത്. അതിൻ്റെ ഓരോ തവണയും അതിൻ്റേതായ ആശയങ്ങളും സന്ദേശങ്ങളുമായി അതിങ്ങനെ അനുസൃതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 11ാമത്തെ ഒരു സമ്മേളനമാണ് ഇന്ന് നമ്മൾ ആ ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ചടയമംഗലത്തിൽ ജനങ്ങൾ എന്തുമായാലും ഒരു വളരെ ഭാഗ്യശാലികളാണ്. എന്തെന്ന് പറഞ്ഞാൽ അവർക്കൊരു വെൽനസ്, ഒരു ആയുർവേദ ഡിസ്പെൻസറിയുടെ കൂടെ തന്നെ ഒരു വെൽനസ് സെൻ്ററും കൂടെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് അതുകൊണ്ട് എല്ലാ വാർഡുകളിലും ആയുഷ് ക്ലബ്ബുകളും അതിൻ്റേതായ അനുബന്ധമായിട്ട് തന്നെ യോഗയും എല്ലാം കറക്റ്റായിട്ട് എല്ലാം അതിൻ്റേതായ രീതിയിൽ നടന്നു വരികയാണ്. അതിനൊരു ഡോക്ടറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാ പഞ്ചായത്തുകളിലും ഒന്നും ആ ഒരു സംഭവം ഇല്ല. എല്ലായിടത്തും വളരെ ചുരുക്കം, കേരളത്തിലെ വളരെ ചുരുക്കം 700 സംതിങ് പഞ്ചായത്തുകളിൽ മാത്രമേ വെൽനസ് സെൻ്ററും കൂടെ ഡിസ്പെൻസറിയുമായി ചേർന്ന് ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആരോഗ്യത്തിൽ ചടയമംഗലത്തെ ഭരണസമിതിയും രാഷ്ട്രീയ നേതൃത്വവും ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഈ ദിനംപ്രതി ഇന്ന് യോഗയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഫലങ്ങളും ഇവിടുത്തെ ഓരോ പേഷ്യൻ്റ് ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ വന്നിരുന്ന പേഷ്യൻസിൻ്റെ ഒക്കെ പറയുമ്പോൾ തന്നെ അവർ ചില യോഗകൾ ചെയ്തുകൊണ്ട് അവർക്കുള്ള ഫലം അത് ശ്രദ്ധിച്ച കാര്യം അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മാധ്യമങ്ങളിലൊക്കെ വരുന്ന പല വാർത്തകളും അതിനൊരു പരിഹാരമായിട്ട് നമ്മളുടെ ഈ യോഗയ്ക്ക് ആശംസിക്കുന്നു. യോഗ കൊണ്ട് അത് അതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ ഇടപെടട്ടെ. ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ചടയമംഗലത്തിൻ്റെ വൈസ് പ്രസിഡന്റായ ശ്രീ രാജു അവകളെ ഈ ചടങ്ങിലേക്ക് ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ ചടങ്ങിന് ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ചടയമംഗലം നിവാസികളുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അവകളെ, ഈ സ്ത്രീയായ
മഞ്ജു അവകളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഈ ചടങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ഇവിടുത്തെ ജനങ്ങൾ. നല്ലവരായ എല്ലാ ജനങ്ങളെയും ഈ ചടങ്ങിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളാണ്. ഒന്ന് ചടയമംഗലം FHC, അതോടൊപ്പം തന്നെ ചടയമംഗലം ആയുർവേദ ഹോസ്പിറ്റൽ 3. നമ്മുടെ വളരെ പരിമിതമായിട്ടുള്ള ദിവസങ്ങൾ കൊണ്ട് പൊതുജനാരോഗ്യ മേഖലയിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ ഈ ആയുർവേദ ഡിസ്പെൻസറിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഡോക്ടർ പ്രസംഗിക്കുന്ന ഡോക്ടർ ഇപ്പോൾ വേറൊരു ചാർജുള്ള ഡോക്ടറാണ്. കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ 20 പരം പഞ്ചായത്തുകൾ മാത്രമേ ഉള്ളൂ വെൽനസ് സെൻ്ററുകൾ. അപ്പോൾ അതിൽ ചടയമംഗലത്തിന് ആ ഭാഗ്യം കിട്ടിയതിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പങ്കും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരുടെ ജില്ലാ ബ്ലോക്ക് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ എല്ലാം പങ്ക് നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, സാധാരണപ്പെട്ട ജനങ്ങൾ മരുന്നുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്വഭാവക്കാരാണ്. വിശേഷ കേരളീയ ഏറ്റവും കൂടുതൽ മരുന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയന്തരമായി നിർബന്ധമായി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഡോക്ടറെ കയ്യിൽ നിന്ന് ഒരു കുറിപ്പടി വാങ്ങിച്ച് 2 ഗുളിക വാങ്ങിച്ച് കഴിച്ചാലേ നമുക്ക് വരുമാനം സംതൃപ്തി. അപ്പോൾ മാനസികമായ സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ നമുക്ക് ഗുളികളില്ലാതെ തന്നെ മാനസികമായ സംതൃപ്തിയിലേക്ക് എങ്ങനെ പോകാൻ കഴിയുമെന്ന് നമുക്ക് യോഗയിലൂടെയൊക്കെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പരിചിതരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ബോധ്യപ്പെടും. അപ്പോൾ നമ്മുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇത് യോഗയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. തടി കുറയ്ക്കുക അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ അസുഖം കുറയ്ക്കുക രണ്ടാമത്തെ സ്റ്റെപ്പാണ്. നമുക്കുണ്ടാകുന്ന മാനസിക ഉല്ലാസങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപക്ഷെ യോഗയ്ക്ക് സാധിക്കും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മാനസിക ഫിറ്റ്നസിനെ സന്തുലിതമായി നിലനിർത്താൻ കഴിഞ്ഞാൽ നമുക്കൊരു രോഗം വരില്ല. ഒരു രോഗം വന്നാലും നമുക്കതിനെ പിടിച്ചു നിർത്താൻ കഴിയും. മാനസിക കാര്യത്തിൽ അതാണ് ഏറ്റവും വലിയ നിങ്ങൾ നിലനിർത്തേണ്ടത്. ഏറ്റവും കൂടുതൽ മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് മെൻ്റൽ ഹെൽത്തും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും നിലനിർത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗാ ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി നമുക്ക് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി മിനി സുബ്രഹ്മണ്യനെ ക്ഷണിക്കുക. ഓക്കെ. തിരിയില്ല, അപ്പുറത്ത് അപ്പുറത്ത് നിന്നാൽ ഉറപ്പായിട്ടും ആരാ ഓക്കെ, കുഴപ്പമില്ല. കത്തി മൊത്തം അല്ല ഹാപ്പി. അതെ, ഒരിക്കലും മോനെ മടക്കി വയ്ക്കാൻ പാടില്ല. ബഹുമാന്യനായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷനും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനുമായിട്ടുള്ള ശ്രീ എ രാജു അവർ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ ആശുപത്രിയിലെ ഡോക്ടർ ശ്രീകാന്ത് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഈ വാർഡിന്റെ മെമ്പർ അഡ്വക്കേറ്റ് ഉഷ ബോസ്, കണ്ണങ്കോട് വാർഡ് മെമ്പർ മഞ്ജു മറിയപ്പള്ളി, ഏറെ പ്രിയപ്പെട്ട
എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഏറ്റവും പ്രധാനം നീതു ഡോക്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് സ്റ്റാഫുകൾ, പ്രിയപ്പെട്ടവർ. നമ്മുടെ അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു മീറ്റിംഗ് കൂടുകയുണ്ടായത്. നമുക്കറിയാം നമ്മൾ എല്ലാ പിന്നെ 21-ാം തീയതി നമ്മുടെ ഒരു മിനിറ്റ് പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് 02 67. പഞ്ചായത്തിൽ നിന്ന് ഓരോ ബില്ലായിട്ടുള്ള OTP ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് കഴിഞ്ഞു. അപ്പൊ ഇന്നാണ് യോഗ ദിനാചരണമെങ്കിലും ഇന്നലെ നമ്മൾ ഹോമിയോയുടെ നേതൃത്വത്തിൽ ഇന്നലെ അതങ്ങ് നടത്തി. പല വാർഡുകളിലും ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഈ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയിരുന്നു. ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ 2014 തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് ഈ യോഗ ദിനാചരണം എന്നുള്ളത്. അതിന്നിപ്പോൾ 2025 നമ്മൾ നിൽക്കുകയാണ്. അപ്പം നമ്മൾക്ക് പറയാനുള്ളത്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലൊരു സംവിധാനം നമുക്ക് കിട്ടിയപ്പോൾ നമ്മുടെ ഭരണസമിതി, അതുപോലെ വിട്ടുകിട്ടിയപ്പെട്ട നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, അതുപോലെ പിന്നെ നമുക്കുള്ള സാന്ദ്ര ഡോക്ടർ, അതുപോലെ നീതു ഡോക്ടർ എന്നീ നല്ല രണ്ട് ഡോക്ടർമാരെ കിട്ടുകയും ഇത് പിന്നെ പറഞ്ഞു കൊടുക്കുന്നതിന്, യോഗാഭ്യാസനം താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കഴിവുള്ള 2 പേരെയാണ് നമുക്ക് 2 ആശുപത്രികളിലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ നടത്തിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ 2 ആശുപത്രിയിലും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും അതുപോലെ വിട്ടുകിട്ടിയവരുടെ പിന്നെ മറ്റു ഫണ്ടുകളിൽ നിന്നും ആയുഷ് മിഷൻ പോലെയുള്ള അങ്ങനെയൊക്കെ ഉള്ള ഫണ്ടുകളും എല്ലാം രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഇവർക്ക് മറ്റു വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇവിടുത്തെ ഉദ്ഘാടനം എന്താണെന്ന് ആദ്യം തോന്നിയ സന്തോഷം എന്ന് പറയുന്നത്, ഇവിടെ യൂണിഫോം ഇട്ടിരിക്കുന്നതെല്ലാം നല്ല സീനിയർ സിറ്റിസനാണ്. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാര്യം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഇപ്പോ ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ യോഗാഭ്യാസത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. കാര്യം അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവരാണ്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ മറ്റ് പ്രയാസങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ അമ്മമാര് എല്ലാം വീട്ടിലാവുകയും അവർ അത്യാവശ്യം വീട്ടുജോലികൾ കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന അവസ്ഥയായി. അവര് കൈ നോരുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, വിചാരിച്ച സ്ഥലത്തോട്ട് പോവാൻ കഴിയുന്നില്ല, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ യോഗ തുടങ്ങിയതിന് ശേഷം നമുക്ക് ആദ്യം കിട്ടുന്ന റിസൾട്ട് അതാണ്. പോകുന്നിടത്തെല്ലാം പ്രായമായ അമ്മമാരും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളെക്കാളും ഒക്കെ ചുറുചുറുക്കോടുകൂടി ഓടാനും ചാടാനും ഇരിക്കാനും എല്ലാം കഴിവുള്ളവരായി മാറി. അതൊന്ന്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കും ഇതിലേക്ക് ഇറങ്ങാൻ. ഞങ്ങൾക്കും ഇതുപോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാര്യം ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ പറയുന്നതാ, നീതു ഡോക്ടർ എപ്പോഴും കേൾക്കുന്നതായി എനിക്ക് എടുത്തു പറയാനുള്ള, മണ്ണാമ്പറമ്പ് അംഗൻവാടിയിൽ ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഒരു 70-75 വയസ്സുണ്ടെന്ന് തോന്നുന്നു ഒരു വല്യമ്മ. ഏറ്റവും മേളിലത്തെ നിലയിലായിരുന്നു അവിടെ യോഗ പരിശീലനം വെച്ചിരുന്നത്. എനിക്ക് സത്യത്തിൽ അവിടെ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പായിരുന്നു. പക്ഷെ ഞാൻ മേളിൽ ചെന്നപ്പം ഞാൻ കയറിയ ബുദ്ധിമുട്ട് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. അവിടെ ചെന്നപ്പോൾ ആ 75 വയസ്സുള്ള അമ്മ എന്താ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ യോഗാഭ്യാസം ചെയ്യുന്നതിനും. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ അമ്മ എങ്ങനെ ഈ പടി കയറി വന്നെന്നുള്ളത്. അപ്പൊ അത്തരത്തില് നമ്മളെ താഴെത്തട്ടിലുള്ള ആൾക്കാർ ഈ യോഗ പരിശീലനത്തിന് ഏറ്റെടുത്തു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഇതൊക്കെ കുറച്ച് മെച്ചപ്പെട്ട ആൾക്കാർ അവര് കാശ് കൊടുത്ത് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം സർക്കാർ സംവിധാനങ്ങളെല്ലാം താഴെത്തട്ടിലേക്ക് വരികയും നമ്മളെ പൊതുജനങ്ങളെ
തീർത്തും ഇതിലേക്ക് ഉൾപ്പെടുത്തി ഒരു പൈസ പോലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ മുഴുവൻ പൈസയും സർക്കാരും സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തില് യോഗ ഇൻസ്ട്രക്ടറെ ഉൾപ്പെടെ നിയമിച്ചുകൊണ്ട് അവരുടെ ശമ്പളം അടക്കം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ വന്നത് ഒരു വാർഡിൽ എനിക്ക് തോന്നുന്നു 400-ലധികം വീടുകളുള്ള വാർഡുകളുണ്ട്. അതിന്റെ 1% ആൾക്കാരെ മാത്രമേ നമുക്ക് ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ യോഗയുടെ അനുഭവസ്ഥരാണ്, ഇതിൽ നിന്ന് കിട്ടിയ ഗുണങ്ങളുടെ അനുഭവസ്ഥരാണ്. അപ്പൊ നിങ്ങളുടെ വാർഡുകളിലുള്ള ആൾക്കാരെ ഇതിന്റെ നല്ല ഗുണങ്ങൾ, നല്ല വശങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണോ നമ്മൾ താഴെത്തട്ടില് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിച്ചത് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പം നിങ്ങളിത് അനുഭവിച്ച് നിങ്ങളുടെ റിസൾട്ട് പറയുന്നതാണ് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണാധികാരി, അതുപോലെ ഭരണ സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്ലസും അതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എനർജി. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളെ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതലും ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്താണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. നിങ്ങൾക്കറിയാം, നമ്മുടെ സമീപ പ്രദേശത്തുള്ള നമ്മുടെ ചടയമംഗലം FHSയെ സംബന്ധിച്ച് അവിടെ ഇപ്പം മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പൊ ഈ അടുത്ത സമയത്തൊക്കെ ആശുപത്രി പോയവർക്കറിയാം, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വളരെയേറെ മുൻകാലങ്ങളിലേക്കാൾ വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ മരുന്നുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കിത് മനസ്സിലാകുന്നത് പല പ്രാവശ്യവും നമ്മളെ പഞ്ചായത്തിലുള്ള ആൾക്കാർ തന്നെ പറയും അത് മരുന്നില്ല എന്ന് പറയും. ഞങ്ങൾ പരിശോധിച്ചു, അവിടെ മരുന്നിന് ഒരു കുഴപ്പമില്ല. ഈ ചടയമംഗലത്ത് മരുന്നുണ്ടെന്ന് പറയുന്നത് മറ്റ് പഞ്ചായത്തിലുള്ള ആൾക്കാരാണ്. ചടയമംഗലത്ത് വന്നാലേ മരുന്നുള്ളെന്ന് പറയുന്നത് മറ്റു പഞ്ചായത്തിലുള്ള ആൾക്കാരാണ്. കാര്യം മറ്റ് 2-3 പഞ്ചായത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ചടയമംഗലത്തെ FHSയെ ആശ്രയിച്ച് വന്ന് മരുന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത്രത്തോളം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് ഓരോ വർഷവും ആശുപത്രി ആവശ്യപ്പെടുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർ ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള മരുന്നുകൾക്ക് പോലും പൈസ മാറ്റിവെച്ചുകൊണ്ട് ഡോക്ടറുടെ സേവനം അടക്കം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചറിയാം, ഒരു പഞ്ചായത്തും അവരുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് പണം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഡോക്ടറുടെ സേവനം എടുക്കില്ല. പക്ഷേ ഞങ്ങളെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അവിടെ കിടത്തി ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ നിങ്ങൾക്കറിയാം ഒരുപാട് ഡോക്ടർമാർക്ക് ഒരുപാട് അവകാശങ്ങളും മറ്റും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെയൊക്കെ ഭരണസമിതി പറയുമ്പോഴൊക്കെ ആൾക്കാരെ കിടത്തുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ സർക്കാർ തലത്തിൽ അത്തരത്തിലൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡോക്ടർമാർ ആ രീതിയിലേക്ക് പോകാൻ വിസമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് വരാനും ഏറ്റവും കൂടുതൽ ഇടപെടാനും പറ്റുന്നത് നമ്മുടെ ചടയമംഗലം FHS ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് പണം മാറ്റിവെച്ചുകൊണ്ടാണ് വൈകുന്നേരം അവിടെ ഒരു ഡോക്ടറെ നിയമിച്ചുകൊണ്ട് ഞങ്ങൾ ആ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഈ നമ്മുടെ ഹോമിയോ ആശുപത്രിയിലും അതുപോലെ ആയുർവേദ ആശുപത്രിയിലും മരുന്നുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഡോക്ടർ എപ്പോഴും മരുന്നിന് പൈസ തീരുന്നു എന്ന് പറഞ്ഞാലും അപ്പോഴും തന്നെ അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ ഞങ്ങള് ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ ഒരു പൈസ പോലും ഏത് മേഖലയിൽ പൈസ ഇല്ലെങ്കിലും ഈ ആരോഗ്യ മേഖലയിലേക്ക് മുഴുവൻ തുകയും മാറ്റിവെച്ചുകൊണ്ടാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. അത് തീർത്തും താഴെത്തട്ടിലുള്ള നമ്മളെപ്പോലെയുള്ള എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഉള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത്. അതിന് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങളുടെ ഭരണസമിതിക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ മികച്ച രീതിയിൽ യോഗാഭ്യാസനം നടത്തുന്ന എല്ലാവർക്കും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അനുവാദത്തോടുകൂടി ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ യോഗാ ദിന ആഘോഷത്തിന് ആശംസകൾ അർപ്പിക്കുന്ന വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി ഉഷ ബോസിനെ ക്ഷണിക്കുകയാണ്.
മഞ്ഞല ഉദ്ഘാടക നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നലെ എൻ്റെ മോൾ വിളിച്ചപ്പോഴിങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, അമ്മ നാളെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആയുർവേദ ആശുപത്രിയിൽ ഇത് കണക്ക് യോഗ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മോൻ ചോദിച്ചു. അപ്പം മരുമോൾ ചോദിച്ചു, അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടേ നാളെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ചെന്നാൽ മരുന്ന് കാപ്പി കിട്ടും, അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ യോഗ ഹാളിന്റെ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് ഈ മരുന്ന് കാപ്പി കിട്ടിയായിരുന്നു. അത് കൊള്ളാം, സാധനം നല്ലതാണ്. ഞാൻ ശരിക്കും ഈ മരുന്ന് കാപ്പിയാണ് എന്നെ ഇങ്ങോട്ട് വരാൻ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചത്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകളെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി കുശുമ്പും കൂടെ വന്ന്. ഇല്ല, ഞാൻ വന്നപ്പോൾ ഇവരെല്ലാവരും ഈ വേഷമൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വന്നിരുന്ന വേഷത്തെക്കുറിച്ചും ഇത് വാങ്ങിച്ചതിനെ കുറിച്ചും എല്ലാം ഞാൻ വിശദമായിട്ട് അവരോട് ചോദിച്ചു പറഞ്ഞു. കഴിഞ്ഞ നമ്മുടെ യോഗ ഇതിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതാണ് എനിക്കും കൂടെ ഇത് പങ്കെടുക്കണമെന്നൊക്കെ. പക്ഷേ സമയക്കുറവല്ല, ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയം എനിക്കൊരു അസൗകര്യമായതുകൊണ്ടാണ്. കാരണം രാവിലെ 9:30 മുമ്പ് ജോലിക്ക് പോകണം എന്നുള്ളത് കൊണ്ട് 10:30 മുതലുള്ള യോഗയുടെ സമയത്ത് എത്തിച്ചേരാൻ പറ്റത്തില്ല എന്നുള്ളൊരു അസൗകര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇച്ചിരി കഴുത്തിനൊക്കെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ തൊട്ട് പടി കയറുന്നതിന് ബുദ്ധിമുട്ടില്ല, ഒരു ആവേശത്തിൽ മുകളിലോട്ട് അങ്ങ് കയറി പോകും. തിരിച്ചിറങ്ങി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഒത്തിരി അഹങ്കാരത്തോടു കൂടി ഞാൻ എല്ലാവരോടും അങ്ങ് പറയും, ഞാൻ ആരുടെ മുമ്പിൽ മുട്ടുകൊടുക്കത്തില്ല എന്ന് പറയും. താഴോട്ടിറങ്ങാൻ ഇച്ചിരി പാടാണ്. ഇപ്പൊ ഞാൻ ആരുടെ മുമ്പിൽ തലകുടിക്കത്തില്ല എന്നും കൂടെ പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുവാണ്. പെടലേക്ക് ഒത്തിരി കുഴപ്പം വന്നതുകൊണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ 10:30 മണിക്ക് എന്ന് പറയുന്നത് ഒരു അസൗകര്യം ഉള്ളതുകൊണ്ട്. പൊതുവെ സമയക്കുറവ് എന്നുള്ളതല്ല എന്റെ വിഷയം. ഈ ഒരു സമയം എനിക്ക് ഒരു അസൗകര്യമായിട്ടുള്ളതാണ്. എന്നാൽ ഇനി കുറെ ദിവസം ഈ അടുത്ത ഇലക്ഷൻ ആവുന്നതിനകത്തുള്ള കുറച്ച് സമയം ഏതായാലും മെമ്പർ എന്നുള്ള നിലയിൽ ഓഫീസിലോട്ട് പോകുന്നതിന് കുറച്ച് പിന്നെ സാഹചര്യങ്ങളൊക്കെ അവിടെ അനുവദിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എന്തുമായാലും വരെ അവരെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെ ദിവസങ്ങളിലൊക്കെ വരണമെന്നും വരത്താമെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ വേഷവും കൂടെ എനിക്കതും ഒരു മനസ്സിന് എനിക്ക് അങ്ങോട്ട് അതിനും എനിക്ക് വേണ്ട പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പ്രായം മുതലേ സാരി മാത്രം ഉടുത്ത് ശീലിച്ച ഒരാളാണ് ഞാൻ. വീട്ടിൽ പോലും ഞാൻ സാരി തന്നെ ഉടുക്കുന്നത് കൊണ്ട് ഈ വേഷം ഇടണം എന്ന് പറയുമ്പോൾ എനിക്കൊരു വല്ലായിക ഉണ്ട്. എന്നാലും ഇവരുടെയൊക്കെ ഇട്ട് വേഷമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് യോഗ ചെയ്യണമെന്ന്. ഏതായാലും വരും, ഞാനും മഞ്ജുവും കൂടെ അധികം വൈകാതെ തന്നെ കഴിയുന്നത് തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ വരാൻ ശ്രമിക്കും. വേറെ സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. കാരണം എൻ്റെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്നാണ് ഇന്ന് തന്നെ ചെന്നൈ പറ്റും, ഓഫീസിൽ വേറെ ആർക്കെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെല്ലണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് പല കാര്യങ്ങൾക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ്. എന്നാലും കഴിയുന്നിടത്തോളം തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ വരും. ഞങ്ങളെയും കൂടെ നിങ്ങളുടെ ഭാഗമാക്കണം. മരുമോളൊക്കെ എന്നെ എപ്പോഴും നിർബന്ധിക്കുന്നതായിരുന്നു ചുരിദാർ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിനെ തയ്യാറായില്ല. ഇനി ഒരു വേഷം സംഘടിപ്പിച്ച് വരാൻ പറ്റും. മറ്റുവിനൊക്കെ ചുരിദാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഏതായാലും തിങ്കളാഴ്ചക്ക് അകത്ത് വെച്ച് ഫോട്ടോ ഒന്നും എടുക്കണ്ട, അത് വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. ഏതായാലും ഒരു വേഷമൊക്കെ സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും കഴിയുന്നത് തിങ്കളാഴ്ച തന്നെ ഞാനും വരും. എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ആവേശമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ വീണ്ടും ആലോചിച്ചിട്ട് മനസ്സ് മടിക്കുന്നതാണ്. പക്ഷെ ഇന്ന് വരെ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ് വരാനായിട്ട്. ടീച്ചറൊക്കെ അങ്ങ് അതായിട്ട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നമ്മൾ ഒരുമിച്ച് പഠിച്ചതില്ലായിരുന്നോ? അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അറിയുമായിരുന്നു എന്നെ നേരത്തെ അറിയില്ല. ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഏതായാലും ഇനി മുതൽ ഞാനും ഇതിന്റെ ഒരു ഭാഗമാകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഒരു സംരംഭം ഇവിടെ നമ്മുടെ കുട്ടികളുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തീർന്നു പോയല്ലോ. സ്കൂള് തുറന്നപ്പോഴത്തേക്ക് എല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ ഇനി ഏതായാലും ഇതുപോലെ ഒരു സംരംഭം ഇവിടെ നടത്തും. ഞങ്ങൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യാസമായി നമുക്ക് ഇവിടെ ഇത്തര സൗകര്യങ്ങളുള്ളത്. കാരണം ഞാൻ പല കാര്യങ്ങളും ഞങ്ങളുടെ ഓഫീസിലോ എൻ്റെ വീട്ടിലോ ഒക്കെ ചെന്ന് പറയുമ്പോൾ അവരൊക്കെ ആദ്യമായിട്ടാണ് ഈ കൃഷിഭവനിലൊക്കെ തന്നെ ഇതേപോലെ സാധനങ്ങൾ കൊടുക്കുന്നതൊക്കെ പറയുമ്പോൾ പലരും അത് അറിയുന്നതേ ഇല്ല. നമ്മളൊക്കെ പക്ഷേ മിക്കവാറും എല്ലാവരും അറിയുകയും ഇവിടെ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അത്രയും ഒരു നല്ല ഒരു നിലവാരമുള്ള ഒരു പഞ്ചായത്തിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. ഇതുപോലൊരു വേദിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങളോടൊപ്പം പങ്കെടുക്കും എന്നുള്ളൊരു വിശ്വാസവും കൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആശംസകൾ അറിയിക്കുന്നതിന് ഇവിടെ വാർഡ് മെമ്പറായിട്ടുള്ള മനുഷ്യ
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഇവിടെ പ്രത്യേകിച്ചൊരു ആദ്യം വന്നപ്പോഴേ ഒരു പോസിറ്റീവ് എനർജി തന്നത് ഇവിടുത്തെ യോഗ ചെയ്യുന്ന അമ്മമാരെന്ന് ഞാൻ പറയില്ല, ചേച്ചിമാരെ കണ്ടാണ് എനിക്ക് ആ പ്രതിമനെ എന്നും വരണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള യോഗയെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആദ്യം ഹോമിയോയിൽ തുടങ്ങുന്നതിന് ശേഷമാണ് ഇവിടെ തുടങ്ങിയത്. അപ്പോൾ ആ പഞ്ചായത്തിന്റെ അടുത്ത് കിടക്കുന്ന ഹോമിയോയില് ഞാൻ കുറ്റം പറയുന്നല്ല, ഹോമിയോയിൽ പോകുന്നതിനേക്കാളും താല്പര്യം എനിക്ക് ഇവിടെ വരുന്നതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു വ്യക്തി കാരണമാണ് എനിക്കൊരു വരാനൊരു താല്പര്യം വരുന്നത്. നമ്മുടെ ഡോക്ടർ നീതുവാണ്. കാരണം നീതുവിന്റെ ലാളിത്യം സത്യം, ഒരു ഡോക്ടർ എന്നുള്ള ഒരു ഭാവമോ ഒന്നുമില്ലാതെ സാധാരണ നിർത്തിക്കൊണ്ട് ഉയർത്തുമൊന്നുമല്ല ഉള്ള കാര്യമാണ്. എനിക്കങ്ങനെ ഉയർത്തി അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഡോക്ടർ എന്നുള്ള ഒരു ഭാവമോ ഒന്നും ഇല്ലാതെ ഒരു തികച്ചും ഒരു നമ്മളെ പോലെയുള്ള ഒരാളായിട്ട് ഏത് കാര്യത്തിനും ഞാൻ മെമ്പർ ആവുന്നതിന് മുമ്പേ എനിക്കറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അവര് വിളിക്കുമ്പോഴത്തേനും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. ഇന്നലെ ഭൂമിയിലെ വിളിച്ചതാണ്, എനിക്ക് പോകാൻ പറ്റിയില്ല. മാത്രമല്ല പോരടുത്ത ദിവസം നടക്കുന്നുണ്ട്, നമുക്ക് രാവിലെ അങ്ങോട്ട് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അതിന് വേണ്ടിയിട്ട് സാധാരണ ഞാൻ എല്ലാ കാര്യത്തിനും ലേറ്റ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും കൂടെ യോഗ ചെയ്യാനായിട്ട് എനിക്കും താല്പര്യമുണ്ട്. ഞാൻ ഒത്തിരി പറയുകയും ചെയ്തതാണ്. കഴിവതും സമയം കണ്ടെത്തി വരണമെന്നുള്ള താല്പര്യത്തിലേക്കാണ് ഞാൻ. ഇനിയും അതായത് നമ്മുടെ വാർഡിൽ തന്നെ ആയാലും ഇനിയും ഇതിന് മുന്നോട്ട് വരാത്ത ആൾക്കാരുണ്ട്. കാരണം അവരൊക്കെ ഇത് കാണണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇവരൊന്നും ഇങ്ങോട്ടും വരുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരും വന്നേനെ. ഒരുപാട് പേര് നമ്മൾ പറഞ്ഞാൽ തന്നെ അവർക്കൊരു നാണക്കേട് പോലാണ്. അവർ പറയുന്നത് ഓ ഇനി വയസ്സാം കാലത്ത് ഇനി പോകുന്നു വേറെ. എന്നിട്ടും യോഗയുടെ ഹോമിയോയിലെ ആണ് അവിടെ വന്ന് ചെയ്യുന്നത്. അപ്പൊ അവര് പറഞ്ഞിട്ട് പോലും ഒറ്റ ഒരാളും വരാൻ തയ്യാറില്ല. 3 or 4 പേരാണ് നമ്മൾ നിർബന്ധിച്ചിട്ട് തന്നെ വന്നത്. ബാക്കി എത്രയോ പേര് വരാൻ കിടക്കുന്നു. നമ്മുടെ ഒട്ടുമുക്കാലും 99% വരാൻ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ഇതൊക്കെ ഒന്ന് വരണം കാണണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അവര് വരുമോന്ന് അറിയില്ല. പക്ഷെ ഇത് വലിയ മുന്നിട്ട് വരേണ്ട കാര്യമാണ്. ഇനി നിങ്ങളായാൽ തന്നെയും നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ളവരെ എല്ലാവരെയും വരുത്തുവാനായി ശ്രമിക്കണം. കാരണം നിങ്ങളുടെ ആരോഗ്യം കണ്ടുവേണം, അല്ലെങ്കിൽ നിങ്ങളുടെ രീതി കണ്ടുവേണം അവരും പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാലേ അവരൊക്കെ വരാൻ ഒരു ശ്രമം നടത്തുകയുള്ളൂ. അപ്പൊ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് തന്നെ ഒരു ഇതായി വരുന്നത്, ഒരു പോസിറ്റീവ് ചിന്തയാണ് വരുന്നത്. കാരണം നല്ല മനസ്സ്, അതാണ് പ്രധാനം. നമ്മുടെ ഏത് അസുഖത്തിനും നല്ല മനസ്സാണ്. നല്ല മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവ്വ മരുന്നിനും ഒരു പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ അസുഖങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് യോഗ. ഈ യോഗയിലൂടെ നിങ്ങൾക്ക് ഏവർക്കും നല്ല ആരോഗ്യവും മനസ്സും ഉണ്ടാകട്ടെ. ഉണ്ടായി കാണും. എന്നാലും ഇനിയും ഉള്ളവർക്ക്, അതായത് ഇനിയിപ്പോ പുരുഷന്മാരും കൂടെ മുന്നോട്ട് വരണം. കാരണം വരുന്നതാണ് അവിടെ വരണം. വന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് യോഗ അഭ്യസിച്ച് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു ഊർജ്ജം വരട്ടെ. ഒരു നാണക്കേടിന്റെ ആവശ്യമില്ല. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്റെ എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയാണ്. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി HMC അംഗമായിട്ടുള്ള ശ്രീ AG രമണൻ അവളെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. അധ്യക്ഷനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് രാജുവകൾ ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിലെ ജനപ്രതിനിധികളായ മെമ്പർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന യോഗ അഭ്യസിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരിയർ, ഇന്ന് 11ാം അന്താരാഷ്ട്രീയ യോഗാ ദിനം സംയുക്തമായി നമ്മളിവിടെ ആഘോഷിക്കാം. ഇന്ന് വേറൊരു അന്തർദേശീയ ദിനവും കൂടെയാണ്, ലോക സംഗീത ദിനവും കൂടെയാണ്. രണ്ടും മനുഷ്യ മനസ്സുകൾക്ക് ഒരുപാട് ഓർമ്മയായിരുന്നു. രണ്ടും ഒരു കാലഘട്ടത്തിലെ യോഗ എന്നൊക്കെ പറയുന്നത് വരേണ്യവർഗം കൈകാര്യം ചെയ്തിരുന്നത് ഭാഗമായി യോഗ. സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇത് ഈ അടുത്ത കാലത്താണ് ഇത്രയും ഇറങ്ങി വരാൻ കഴിഞ്ഞത്. ആ യോഗയ്ക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഒരു പ്രാതിനിധ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് യോഗ ഏറ്റവും താഴെത്തട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആളുകളെല്ലാം ഇതിന്റെ ഭാഗമാകാനുള്ള
ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് ഇവിടെ സംസാരിച്ചവരൊക്കെ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. നമ്മുടെ സർക്കാരും നമ്മുടെ പഞ്ചായത്ത് ഈ മേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചല്ല. എനിക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ വികസന സമിതി അംഗമെന്ന നിലയിൽ ഇവിടെ നടക്കുന്ന ഒട്ടുമിക്കവാറും പ്രവർത്തനങ്ങളിൽ എൻ്റെതായ പങ്കാളിത്തവും ഇവിടെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവരതാണ് ഇനി ഇതിൻ്റെ പ്രചാരകരായി മാറേണ്ടത്. കാരണം പലർക്കും ഈ മേഖലയെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ പങ്കെടുത്ത് ഇതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും ഉള്ള പിരിമുറുക്കങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ ഇവിടെ വന്നൊരു 1 മണിക്കൂർ 2 മണിക്കൂർ ഇത് ചെയ്യുമ്പോൾ അനുഭവസ്ഥർ പറഞ്ഞിരിക്കുന്ന വളരെ മാറ്റം അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ നമ്മളിലൂടെ കഴിയും. അതിനുള്ളൊരു പ്രവർത്തനവും കൂടെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്രധാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു, മറ്റുള്ള ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് പരിസര പ്രദേശങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ചെറിയാങ്കൽ പഞ്ചായത്തിൽ ഈ സ്ഥാപനങ്ങളെല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ മെമ്പർ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഈ യോഗാ ദിനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മെമ്പർ തന്നെ ഈ ജനങ്ങളിൽ എത്തിക്കും എന്നുള്ളതാണ് ഈ പഞ്ചായത്തിന്റെ ഭരണത്തെ സംബന്ധിച്ചൊക്കെ. തീർച്ചയായിട്ടും അത് നല്ലൊരു ഈ സുദിനത്തിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായം കൂടെ നമുക്ക് കിട്ടി. അപ്പോൾ ചെറിയാങ്കൽ പഞ്ചായത്ത് വ്യത്യസ്തമായി എന്നുള്ളത് ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തുടർന്ന് നിങ്ങൾ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് കൂടുതൽ ആത്മാർത്ഥതയോടും താല്പര്യത്തോടും കൂടി മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കണം എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും പങ്കെടുക്കുക. യോഗ ദിന സന്ദേശം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ പഞ്ചമി മഠകൃഷ്ണൻ. വേദിയിലെ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നു. 2015 മുതൽ തന്നെ ആദ്യമായി അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശാരീരികവും ആത്മീയവുമായ എല്ലാ നേട്ടങ്ങളും യോഗയിലൂടെ ലഭിക്കുന്നവയാണ്. ശരീരവും മാനസികവും ആത്മീയമായ നേട്ടങ്ങളാൽ ലോകമെമ്പാടും പ്രചാരം വരുന്ന പുരാതനമായ ഒരു പരിശീലനമാണ് യോഗ. 2015 ആദ്യമായി യോഗാ ദിനം നമ്മൾ ആചരിച്ചു വന്നത്. അതിനുശേഷം എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21 ആചരിക്കുന്നു. യോഗം കേവലം ഒരു വ്യായാമം മാത്രമല്ല, നമ്മളും പ്രകൃതിയും ലോകവും എല്ലാം ഒന്നാണെന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ്. യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത് എന്നതാണ് ഈ പ്രാവശ്യത്തെ യോഗയുടെ പ്രമേയം. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവിധ മാനസിക ശാരീരിക രോഗങ്ങളെ വലയുന്ന എമ്പാടും കാണാൻ സാധിക്കുന്നു. ശരീരവും മനസ്സിന്റെ വിഭ്രാന്തികളും പിന്നെ വിവിധതര ജീവിത ശൈലികളും നമ്മളെ ഇപ്പോൾ എമ്പാടും നമ്മൾ അനുഭവിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു മാറ്റത്തിനു വേണ്ടിയിട്ട് യോഗ നമുക്ക് വളരെയധികം ആവശ്യമേറിയതാണ്. യോഗയുടെ ശ്രദ്ധേയമായ കുറച്ച് നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുക, എല്ലുകളുടെയും സന്ധികളുടെയും ശക്തി മെച്ചപ്പെടുത്തുക, പിന്നെ സമ്മർദ്ദം കുറയ്ക്കുക, ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുക, ജീവിത നിലവാരം നമുക്ക് മെച്ചപ്പെടുത്താം. ഈ തിരക്കേറിയ ജീവിത രീതിയിൽ നിന്ന് നമുക്ക് ഒരു അല്പസമയം യോഗയ്ക്കായി മാറ്റിവെക്കാം. എല്ലാവർക്കും എൻ്റെ അന്താരാഷ്ട്ര യോഗാ ദിന ആശംസകൾ. ഹലോ. അപ്പോൾ നമ്മുടെ ഈ യോഗാ ദിന സന്ദേശത്തിന്റെ സമ്മേളന പരിപാടി അവസാന ഘട്ടത്തിലേക്കാണ്. ഈ യോഗ അഭ്യസിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ? അനുഭവങ്ങൾ നിങ്ങൾ വേണം ഞങ്ങൾക്ക് ഒരു ഉണർവ് ഏകാൻ, മോട്ടിവേഷൻ. അതെ, അതുകൊണ്ട് ആരെങ്കിലും നല്ലൊരു 2 വാക്കുകൾ സംസാരിച്ച് ഉണർവൊക്കെ തരും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്നവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ.
ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് സമ്പത്ത്. അതിനപ്പുറം നമുക്കൊരു സമ്പത്തില്ല. നമ്മുടെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സ്ലോഗൻ തന്നെ അതാണ്, വൺ ഹെൽത്ത് വൺ ഹെൽത്ത്. നമുക്കൊരിക്കലും നമ്മൾ പ്രകൃതിയുടെ സന്തതികളാണ്, നേച്ചറിന്റെ സന്തതികളാണ്, യൂണിവേഴ്സിന്റെ സന്തതികളാണ്, പ്രപഞ്ചത്തിന്റെ സന്തതികളാണ്. നമുക്കൊരിക്കലും ഈ പ്രപഞ്ചത്തിൽ നിന്നും വിട്ടൊരു ജീവിതമില്ല. അതാണ് നാം എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചം നമുക്ക് ജന്മം തരുന്നു, അതിൽ നമ്മൾ വളരുന്നു, പ്രപഞ്ചത്തോട് ചേരുന്നു, മണ്ണിനോട് ചേരുന്നു. അതാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു മുദ്രാവാക്യം. അപ്പൊ യോഗയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രകൃതി നമുക്ക് കുറെ ചക്രാസ് തന്നിട്ടുണ്ട്. 7-8 ചക്രാസ് ഉണ്ട്. ഈ ചക്രാസിലൂടെയാണ് നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസവും, നമ്മുടെ ഓരോ ദൈനംദിന ജീവിതവും, നമ്മുടെ ഓരോ പ്രവൃത്തികളും, നമ്മുടെ ഫലവും, നമ്മുടെ വിധിയും എല്ലാം നിശ്ചയിക്കപ്പെടുന്ന ഈ യോഗാസിലൂടെ, ചക്രാസിലൂടെയാണ്. ഈ ചക്രകളെ നമ്മൾ എന്ത് ചെയ്യുക? ബലപ്പെടുത്തുക. ആ ചക്രകളിലൂടെയാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. നമ്മൾ ഒരുപാട് പേർക്കും പലവിധ രോഗങ്ങളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മുടേതായ ശാരീരിക പ്രവർത്തനത്തിന്റെയും, ഫോർ എക്സാമ്പിൾ ഒരു മെഷീനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്താൽ, നമ്മളൊരു മെഷീനാണെന്ന് സങ്കല്പിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു കാർ, അതിന് തന്നെ ഇത്രയും നാള് ഓട്ടം ഉണ്ട്. അത് കഴിയുമ്പോൾ അതിന്റെ ഓരോ ഭാഗത്തിനും ഡിപ്രീസിയേഷൻ സംഭവിക്കും, തേയ്മാനം സംഭവിക്കും. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല മേഖലകളിലേക്കും നമ്മൾ ഓടി ജീവിച്ചു വന്നവരാണ്. ആ ഒരു മെഷീനോട് നമ്മുടെ ജീവിതം താരതമ്യം ചെയ്താൽ ആ മെഷീൻ ഉണ്ടായ ഡിപ്രീസിയേഷൻ തന്നെയാണ് നമുക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഡിപ്രീസിയേഷന് നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ എണ്ണയിടലിലൂടെ, ഗ്രീസിങ്ങിലൂടെ നമ്മളതിനെ പുനരുജ്ജീവിപ്പിക്കുക. അതിനുള്ള ഒരു ഗ്രീസായിട്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഈ യോഗയെ ഞാൻ കാണുന്നത്. സർവീസിലിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ ജീവിതം വളരെ ബിസി ആയിരുന്നു. ഇപ്പം നമ്മുടെ ഒരു അല്പം സ്വസ്ഥത അനുഭവിക്കുന്നു. ബിസിനസ്സിൽ നിന്ന് ഒരു സ്വസ്ഥത, ബിസിനസ് മീൻസ് ബിസി ജീവിതത്തിൽ നിന്ന് ഒരല്പം റിലാക്സേഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈ റിലാക്സേഷൻ ഭാവിയിലേക്ക് ഉപകരിക്കുക. നമ്മൾ നമ്മുടെ മക്കൾക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ ഒരു ഭാരമാകാതെ, ഒരു ബാധ്യതയാകാതെ, നമ്മൾ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പല ബ്ലോക്കുകളും പല ബുദ്ധിമുട്ടുകളും നമ്മൾ തന്നെ എന്ത് ചെയ്യുക? ഹീല് ചെയ്യുക, അതിനെ ക്വയർ ചെയ്യുക, ശമിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ യോഗ സെന്ററിലേക്ക് വന്നത്. പിന്നെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ട് ടീച്ചർ ഇവിടെ തന്നെ വന്നു? എന്റെ ഇതിനേക്കാളും 4-1 ദൂരം പോയാൽ എനിക്ക് എന്റെ ഹോമിയോ ഡിസ്പെൻസറിയിൽ പോവാം. പക്ഷെ എന്തോ എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചർ എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്തു, ആ ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ക്ലിക്കായത് നീതി ടീച്ചർ ഡോക്ടറിന് എനിക്കറിയില്ല. എനിക്ക് ഇവിടുത്തെ ഇവിടുത്തെ ആയുർവേദ ഹോസ്പിറ്റലാണ്. ഞാൻ നേരത്തെ ഇവിടുത്തെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഇവിടെ തന്നെ വരാം, തൊട്ടടുത്താണല്ലോ വെൽനസ് സെന്റർ അവിടെ. അപ്പം ഇവിടെ വന്നതിന് ശേഷം യഥാർത്ഥത്തില് നിങ്ങൾക്ക് പ്രചോദനമാകാൻ വേണ്ടി ഞാൻ പറയാം, ഒരിക്കലും നമ്മളെ നീതി ഡോക്ടറെ നമുക്ക് എന്തല്ല നമുക്ക് ഒരിക്കലും എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും പ്രചോദനമാണ്. അതിനകത്ത് നോക്കൂ, യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ്. എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, സ്ട്രെയിൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഇതില്ലാത്ത ജീവിതം വളരെ കുറവാണ്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ നമ്മുടെ നീതി ഡോക്ടർ പിടിച്ചെടുക്കുന്നു. എടുത്തിട്ട് അതിൽ നിന്നും അതിനെ ഹീല് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് കൂടി ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഡോക്ടറോട് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് രണ്ടുപേരോടും ഒക്കെ ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സ്ട്രെയിൻ ഉള്ളതാണ്. പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ കണ്ടു, ഒരേ സമയം തന്നെ നമ്മൾ മൾട്ടി ടാസ്ക് കൈകാര്യം ചെയ്യേണ്ടവരാണ്. ആ ഒരു ടൈം കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നമ്മുടെ ജീവിതത്തിനെ ഒന്നിസ്റ്റാക്കുക, ഒന്ന് റിലാക്സ് ആക്കുക. അതിന് ഏറ്റവും പര്യാപ്തമായ ഡോക്ടറിനെയാണ് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെല്ലാവരും ആ ഒരു സേവനം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മനസ്സിന് എന്ത് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ആ ഡോക്ടറോട് പങ്കുവയ്ക്കാം. നല്ല എളിമയും വിനയവും നമ്മളെ എല്ലാവരെയും കെയർ ചെയ്യുന്ന, സംരക്ഷിക്കുന്ന, നമ്മളെല്ലാവരെയും നമ്മളായി തന്നെ കാണുന്ന ഒരു ഡോക്ടറാണ് ഇത് ഡോക്ടർ. ഞാൻ ഈ പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ വന്നതാണ്. ഡോക്ടർ എനിക്ക് മിഠായി ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല, പ്രൊമോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു ബ്രാൻഡ് അംബാസിഡറും അല്ല ഞാൻ.
പക്ഷെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രദേശത്തുള്ള ഓരോരുത്തരോടും ഇത് പറയുക, നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ നല്ല ഇതാണ് എന്നുള്ളത്. നമുക്ക് യോഗ തരുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ മാനസികമായ ഒരുപാട് ദുഃഖങ്ങളുടെയും നമ്മുടെ ഒരു അസുഖങ്ങളുടെയൊക്കെ ഒരു കൊയറിഞ്ഞ് കിളിഞ്ഞ് തരുന്നുണ്ട് എന്ന് പറയുക. എല്ലാവിധ ആശംസകളും എല്ലാ ത്രിതല ദ്വിതല പഞ്ചായത്തിനും പ്രധാനപ്പെട്ട ഡോക്ടർ, നമ്മുടെ മറ്റ് പിന്നെ അതോറിറ്റീസ്, നമ്മുടെ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടവര്, എൻ്റെ സഹപ്രവർത്തകര്, എൻ്റെ നാട്ടുകാർ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ കെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനിസുലും സമ്മേളനത്തിന്റെ അധ്യക്ഷനും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമാൻ എ രാജു, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ഉഷ ബോസ്, വാർഡ് മെമ്പർ ശ്രീമതി മഞ്ജു, നമ്മുടെ ഇൻചാർജ് മെഡിക്കൽ ഓഫീസർ ശ്രീ ഡോക്ടർ ശ്രീകാന്ത്. ഇന്നത്തെ ദിവസം ഈ ഒരു പരിപാടി ഏറ്റവും വിജയകരമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരും, HMC മെമ്പറായ രമണൻ സർ, ഈ പരിപാടി വിജയകരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ ആൾക്കാരും ക്ഷണം സ്വീകരിച്ചും ഇതറിഞ്ഞും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിത് സ്പീച്ചൊക്കെ മനസ്സിൽ ചിന്തിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ കേട്ടിട്ട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഹൃദയത്തിൽ തട്ടി പറഞ്ഞതാണെന്ന് അറിഞ്ഞത് കൂടുതൽ സന്തോഷം. ഈ ചടങ്ങ് ഏറ്റവും വിജയകരമാക്കാൻ വേണ്ടി സഹായിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുകയാണ്. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം യോഗ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ശരി ശരി. ചെറിയ ആവശ്യം വീരഞ്ജയ്ക്ക് വരേണ്ട സമയം കഴിഞ്ഞ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോക അന്താരാഷ്ട്ര യോഗാ ദിന ആചരണത്തിൻ്റെ ഭാഗമായി ചടയമംഗലം ഗവൺമെൻറ് ആശുപത്രി യോഗ ഫോർ ഓൺ എർത്ത് ഓൺ ഹെൽത്ത് എന്ന ആപ്തവാക്യത്തോടുകൂടി സംഘടിപ്പിച്ച യോഗാ ദിന ആചരണ പരിപാടിയുടെ തത്സമയമാണ് പ്രേക്ഷകരിലേക്ക് സാക്ഷി TV തത്സമയം എത്തിച്ചത്. വിശേഷാൽ യോഗയുടെ ഡെമോൺസ്ട്രേഷൻ ശേഷം ഈ പ്രോഗ്രാം ഞങ്ങൾ തൽക്കാലം
അവസാനിപ്പിക്കും. ഒരല്പസമയം പ്രേക്ഷകർ ഈ നമ്മളോടൊപ്പം വരിക. ഇവിടെ ഡെമോൺസ്ട്രേഷൻ ഒരല്പസമയം 2 മിനിറ്റ് ഡെമോൺസ്ട്രേഷൻ നമ്മൾ ആരംഭിക്കും. ഓ എല്ലാവർക്കും സ്ഥലമുണ്ടോ ഇടാനായിട്ട്? എല്ലാവർക്കും ഇതൊക്കെ കിട്ടിയായിരുന്നോ? ചേർന്ന് നീക്കിട്ട് ഡോക്ടർ ഇവിടെ കിട്ടണം. പ്രാർത്ഥന നേരത്തെ ചൊല്ലിയല്ലോ. അപ്പൊ അത് നമുക്ക് പ്രാർത്ഥന വേണ്ട. യോഗ നമസ്കാരം പുറത്ത് പഠിപ്പിച്ചിട്ടില്ല. പണ്ട് യോഗ നമസ്കാരം പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലൂസിംഗ് എക്സസൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാമേ. ആദ്യമായിട്ട് കാലുകൾ ചേർത്ത് വെച്ച് നട്ടലിന് സപ്പോർട്ട് കൊടുത്ത് നിൽക്കുക. നമ്മൾ ആദ്യം കഴുത്ത് മുതൽ കാൽ വരെയുള്ള ഓരോ ജോയിൻസിനുള്ള ലൂസിംഗ് എക്സസൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കഴുത്തിനുള്ള വ്യായാമം. ഓക്കെ, ഫ്രണ്ട് ആൻഡ് ബാക്ക് സ്ട്രെച്ചിങ് ഓപ്ഷനെ 1 താടി മാക്സിമം നിങ്ങൾക്ക് ടച്ച് ചെയ്യട്ടെ. 2 3 4 5 6 7 8 9 and 10. Now side by stretch. Shoulder ചെയ്ത് തട്ടുന്ന രീതിയിൽ 1 2 3 4 5 6 7 8 9 and 10. Now rotation. 1 വളരെ സ്ലോയിൽ കണ്ണ് തുറന്ന് പിടിക്കണം. 2 3 4 5 opposite direction. 6 7 8 9 and 10. Now come shoulder rotation. 1 2 3 4 5.
opposite direction 6, 7, 8, 9, 10. Elbow stretch. 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. Now comes to this rotation. 1, 2, 3, 4, 5, opposite direction 6, 7, 8, 9, 10. Finger stretch. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാലുകൾ രണ്ടടിയോ അതിലധികമോ അകറ്റി വയ്ക്കുക. പിന്നെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് രണ്ട് കൈയും ചുറ്റി കൊടുക്കുക. ഫ്രണ്ട് ആൻഡ് ബാക്ക് സ്ട്രെച്ചിങ്. 1, നേരെ മുന്നിലേക്ക് മാത്രം നോക്കുക, തറയിലേക്ക് നോക്കരുത്. 2, 3, 4, 5, 6, 7, 8, 9, 10. Sideways stretch. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Now comes hip rotation. Support കൊടുത്തുകൊണ്ട് 1, 2, 3, 4, 5. Opposite direction 6, 7, 8, 9, 10. ഇനി കാലുകൾ ചേർത്ത് വയ്ക്കുക. കാൽമുട്ടുകൾ രണ്ട് കൈപ്പത്തി കൊണ്ട് സപ്പോർട്ട് കൊടുത്ത് നേരെ മുന്നോട്ട് നോക്കി നിൽക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, ഒന്ന് ഹോൾഡ് ചെയ്യണേ. 2, 3, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യും. 4, 5, 6, 7, 8, 9, and 10. ഇനി ankle stretch. 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. Ankle rotation. 1, 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. Ini rotation. 1, 2, 3, 4, 5, opposite direction, 6, 7, 8, 9, and 10. Next leg. 1, 2, 3, 4, 5, opposite direction, 6, 7, 8,
9 and 10. Relax. Deep breathe in and breathe out. Slowly inhale and slowly exhale. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിലേക്ക് ഇൻഹെയിൽ ചെയ്തെടുക്കുന്നതായിട്ടും നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണോ വേണ്ടാതെ ഉള്ളത്, ടെൻഷൻസ് ആവാം, രോഗങ്ങളാവാം, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാവാം, അതെല്ലാം ഒരു കറുത്ത പുകയായിട്ട് നിങ്ങൾ എക്സൈൽ ചെയ്യുന്ന ആ ഉച്ഛ്വാസവായുവിനോടൊപ്പം പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, നമുക്ക് നിന്നുകൊണ്ടുള്ള കുറച്ച് ആസനാസ് ചെയ്യാം. അപ്പൊ ആദ്യം അർദ്ധ കടി ചക്രാസനം. കാലുകൾ ചേർത്ത് വെക്കുക, രണ്ട് കൈ കൊണ്ട് ബാക്ക് സപ്പോർട്ട് കൊടുക്കുക, നേരെ മുന്നിലേക്ക് നോക്കി ദീർഘമായ ശ്വാസം എടുത്തു വിടുക. ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ഡീപ് ബ്രീത്ത് ഔട്ട്. ഇനി വളരെ ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ആ ശ്വാസം കുറേശ്ശെ പുറത്തേക്ക് വിട്ട് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. എപ്പോ ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നോ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6. സ്ലോലി ഇൻഹെയിൽ, കം ഔട്ട്. പതുക്കെ മുന്നോട്ട് വന്ന് ഇനി ശ്വാസം വിട്ട് മുന്നോട്ടാഞ്ഞ് ശ്വാസം എടുത്ത് ഉയർന്നു വരിക. ഇത് നമ്മുടെ പാർശ്വചക്രാസനം. പാർശ്വചക്രാസനം ചെയ്യാൻ കാലുകൾ ചേർത്ത് വയ്ക്കുക, രണ്ട് കൈയും ശരീരത്തോട് ചേർത്ത് വെച്ച് നേരെ മുന്നിലേക്ക്. ഇനി കുറച്ച് മുന്നോട്ട് പിന്നോട്ട് ഇറങ്ങി നിൽക്കുക, ഇല്ല കൈ തട്ടുക. ഇനി ദീർഘമായി ശ്വാസം എടുത്ത് വലത്തെ കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ബെൻഡ് ചെയ്യുക. 1 2 3 4 5 6. ശ്വാസം എടുത്ത് ഉയർന്നു വരിക. ശ്വാസം വിട്ട് കൈ പൂർവ്വസ്ഥിതി. വീണ്ടും ദീർഘമായി ശ്വാസം എടുത്ത് ഇടത്തെ കൈ മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ട് വലതുവശത്തേക്ക് ബെൻഡ് ചെയ്യുക. 1 2 3 4 5 6. സ്ലോലി ഇൻഹെയിൽ, ഉയർന്നു വരിക. ശ്വാസം വിട്ട് കൈ തിരികെ. നമ്മുടെ വൃക്ഷാസനം ചെയ്താലോ? ഞാൻ കൗണ്ട് പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. അല്ലെങ്കിൽ കൗണ്ട് പറയുമ്പോൾ ഇനി ഒരു സ്ട്രെസ് വന്നിട്ട് അത് ബാലൻസ് കിട്ടാതെ വേണം, നിങ്ങൾ തന്നെ ചെയ്യും. വലത്തെ കാലെടുക്കണേ ആദ്യം. താടാസനം അല്ല, വൃക്ഷാസനം. ഒരു പോയിന്റിൽ തന്നെ നോട്ടം ഫിക്സ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കുറേ നേരം നിൽക്കാൻ പറ്റും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Slowly exhale. ഇനി ഇടത്തേക്കാല്. നേരെ മുന്നിൽ ഒരു പോയിന്റ് തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നേരം നിൽക്കാം. ഓക്കെ, റിലാക്സ്. നമുക്ക് താടാസനം ചെയ്യാം. താടാസനം ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. താടാസനം ചെയ്യാൻ കാലുകൾ ചേർത്ത് വെക്കുക, രണ്ട് കൈയും ശരീരത്തോട് ചേർത്ത് വെക്കുന്നു, നേരെ മുന്നിൽ ഒരു പോയിന്റിൽ നമ്മുടെ വിഷൻ ഫിക്സ് ചെയ്യുന്നു. ഇനി ദീർഘമായി ശ്വാസം എടുത്ത് രണ്ട് കൈയും മുന്നിലേക്ക് ഉയർത്തി കാൽ വിരലിൽ ഉയർന്നു നിൽക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18
പാദഹസ്താസനം. പാദഹസ്താസനം ചെയ്യാൻ കാലുകൾ ചേർത്ത് വയ്ക്കുക. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് മാക്സിമം സ്ട്രെച്ചിങ്. 1. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് ആഞ്ഞ് കാൽവിരലിൽ ടച്ച് ചെയ്യുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly inhale and slowly exhale. Okay. ഇനി നമുക്ക് വിശ്രമാസനത്തിൽ ഇരിക്കാം. മാക്സിമം ബോഡി റിലാക്സ് ചെയ്ത് കാല് രണ്ടുപേരും അല്പം അകത്തി ബാക്കിലേക്ക് കൈ സപ്പോർട്ട് ചെയ്ത് ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇനി പതുക്കെ ദണ്ഡാസനത്തിലേക്ക് വരാം. രണ്ട് കാലുകളും ചേർത്ത് വെച്ച് കാൽപാദങ്ങൾ തറയോട് 90 ഡിഗ്രി. രണ്ട് കൈകളും നട്ടലിന്റെ ഇരുവശത്തും സപ്പോർട്ട് കൊടുത്ത് നമുക്ക് ആ ഒരു പെരുപ്പ് അനുഭവപ്പെടുന്ന ആ ഒരു നേരെ മുന്നിലേക്ക് നോക്കി ദീർഘമായി ശ്വാസം എടുക്കുക. ഇനി ഓരോ കാലുകൾ മടക്കി കാൽപാദങ്ങൾ ബട്ടക്സിനടിയിൽ വരുന്ന രീതിയിൽ വെച്ച് നമുക്ക് വജ്രാസനത്തിലേക്ക് പോകാം. കാൽമുട്ട് അനുവദിക്കുന്ന ആളുകൾ ചെയ്താൽ മതി കേട്ടോ. വേദന എടുത്തിട്ട് രണ്ട് കൈപ്പത്തിയും തുടയുടെ നടുവിലായിട്ട് വിരലുകൾ നീട്ടി വെക്കുക. നട്ടല് നിവർന്നിരിക്കണം. നേരെ മുന്നിലേക്ക് നോക്കി കണ്ണടച്ച്. വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റാത്തത് അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കണ്ട കേട്ടോ. വേദന എടുപ്പിക്കണ്ട. ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. സ്ലോലി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. Inhale and exhale. Okay. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന ശേഷം വീണ്ടും വിശ്രമാസനത്തിലേക്ക് വരാം. ഇനി കാല് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. നമ്മുടെ ചക്രനാസനം ചെയ്താലോ? മുകളിലുള്ള ആസനം ചെയ്യാം. മാക്സിമം സ്ട്രെച്ച് ചെയ്തിരിക്കണം. നമുക്ക് കയറി ഇറങ്ങി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാല് തട്ടാതെ ഇരിക്കാൻ പറ്റും. നട്ടല് നിവർത്തി രണ്ട് കൈയും മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇനി ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ശ്വാസം എടുത്ത് ബാക്കിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ എത്ര തവണ വലത്തേക്ക് നമ്മൾ ടേൺ ചെയ്യുന്നുണ്ടോ അത്രയും തവണ ഇടത്തേക്ക്. ശക്രനാസനം. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് ആഞ്ഞു വരികയും ശ്വാസം എടുത്ത് ബാക്കിലേക്ക്. അവനവന്റെ സൗകര്യാർത്ഥം ചെയ്യും. എത്ര തവണ വലത്തേക്ക് ചെയ്യുന്നു അത്രയും തവണ ഇടത്തേക്ക്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ജാനുശീർഷാസനം ചെയ്യാം. ജാനുശീർഷാസനം അവിടെ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ അവർക്കൂടെ അറിയാവുന്നതല്ലേ. നമുക്ക് പശ്ചിമോത്താനാസനം ചെയ്യാം. കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. ഇനി നട്ടല് നിവർത്തി ദീർഘമായ ശ്വാസം എടുത്ത് രണ്ട് കൈ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ ടോസോ പോർഷൻ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം സ്ട്രെച്ച് ചെയ്ത ശേഷം ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ടാഞ്ഞ് കാലുകളിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5, 6. സ്ലോലി ഇൻഹേൽ. കൈ ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം വിട്ട് കൈ കൂടി. റിലാക്സ്. ഇനി അവിടെ ഏതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? വേറെ ഏതായിരുന്നു എന്നുള്ളതിൽ പഠിച്ചേക്കുന്നത്? വക്രാസനം. അതിവിടെ പഠിച്ചില്ല. അതിവിടെ അവർ പഠിച്ചില്ല. വക്രാസനം എത്തിയില്ല. പിന്നെ ഏതാണ്?
ചടിമംഗലം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൻ്റെ തത്സമയ ദൃശ്യമാണ് ശശിക്ക് പ്രേക്ഷകരിലെത്തിച്ചത്. ഈ തത്സമയ സംരക്ഷണം പൂർണ്ണമാകുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം സുരക്ഷിതമായി നേർന്നുകൊണ്ട് ഈ തത്സമയം നിങ്ങളുടെ പൂർണ്ണമാക്കട്ടെ. നന്ദി, നമസ്കാരം. Maximum fluttering motion.